അശരണരായ രോഗികൾക്കായി കാരുണ്യ സ്പർശം. വൈത്തിരി ചാരിറ്റിയിലെ പുത്തൻ വീട്ടിൽ രാധാകൃഷ്ണന്റെ ദുരിത കഥയാണ് ഞങ്ങൾ പ്രേക്ഷകരിലെത്തിക്കുന്നത്. മുപ്പത്തിയേഴുകാരനായ രാധാകൃഷ്ണൻ കൂലിപ്പണിയെടുത്തായിരുന്നു അച്ഛൻ, അമ്മ, ഭാര്യ, 3 പെൺമക്കൾ എന്നിവരടങ്ങുന്ന 7-അംഗ കുടുംബം പുലർത്തിയിരുന്നത്. 2007 രാധാകൃഷ്ണന്റെ ജീവിതം തളർത്തിയ ആ സംഭവം ഉണ്ടായത്. കൂലിപ്പണിക്കിടെ തെങ്ങിന് മുകളിൽ നിന്നും വീണ് നട്ടെല്ല് പൊട്ടുകയും സുഷുമ്നാ നാഡിക്ക് ക്ഷതമേൽക്കുകയും ചെയ്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ ചികിത്സ നടത്തിയെങ്കിലും കാര്യമായ പുരോഗതി ഉണ്ടായില്ല. കൂലിപ്പണിക്ക് പോയിടുന്ന് പറ്റിയതാണ്. തേങ്ങടം കയറിയതായിരുന്നു. എങ്ങനെ പിടുത്തം വിട്ട് വീണതോടെ എൻ്റെ ബോധം പോയിരുന്നു. എങ്ങനെയാണ് വീണെന്ന് അറിഞ്ഞില്ല. പിന്നീടാണ് അറിഞ്ഞത് നട്ടെല്ലിന് അങ്ങനെ പറ്റിയെന്നുള്ളത്. പിന്നീട് അരയ്ക്ക് താഴോട്ടൊരു സ്വാധീനമൊന്നുമില്ല. തൊട്ടാലും പിടിച്ചാലും ഒന്നും അറിയില്ല. യൂറിൻ പോകുന്നതും മരുന്ന് പോകുന്നതൊന്നും അറിയില്ല. ഇപ്പോഴും അങ്ങനെ തന്നെ 7 വർഷമായി. പിന്നെ 3 പെൺകുട്ടികളാണ്. അവരെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം ഒന്നും. പിന്നെ നാട്ടുകാരുടെ സഹായം കൊണ്ട് ഭയങ്കര ഒരുപാട് സഹായമുണ്ട്. ഇപ്പോഴും അങ്ങനെ സഹായം തന്നെയാണ്. ചേലോട് ഹോസ്പിറ്റലിൽ കാണിച്ചു, പിന്നെ മെഡിക്കൽ കോളേജിൽ കാണിച്ചിരുന്നു. ഡോക്ടർമാർ പറഞ്ഞത് കാലതാമസം ഉണ്ടാവുമെന്നുള്ളതാണ് പറഞ്ഞത്. പിന്നീട് അങ്ങനെ ഡോക്ടർമാരൊന്നും വിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല. നല്ലൊരു പെണ്ണായിട്ടുണ്ട്. ഇപ്പം പിന്നെ നാട്ടുകാരുടെ സഹായം കൊണ്ട് തന്നെയാണ് കൂടുതലും. ഇപ്പോൾ കിടന്ന കിടപ്പിൽ തന്നെ. ഭാര്യ ഇപ്പോൾ തൊഴിലുറപ്പ് പണിക്ക് പോകുന്നുണ്ട്. അച്ഛനും അമ്മയ്ക്കും അസുഖമായതിനാൽ ഇവർക്കും ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല. വീടിന് സമീപത്ത് നേരത്തെ പെട്ടിക്കട തുറന്നെങ്കിലും സാമ്പത്തിക ബാധ്യത മൂലം കട പൂട്ടേണ്ടി വന്നു. ഏഴ് വർഷമായി ഇപ്പം ഇങ്ങനെ അവന് സുഖമില്ലാണ്ടായിട്ട് കിടന്നിട്ട് കഷ്ടപ്പെടുന്നു. ഞാനൊരാളാണ്. എനിക്കാണെങ്കിൽ പോകാൻ വയ്യ. അവൾക്കാണെങ്കിൽ ഇവിടുന്ന് പുറത്ത് പോകാൻ പറ്റില്ല. മൂത്രം കുളിപ്പിക്കാനും എടുക്കാനും ഒക്കെ ഉള്ള അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. 3 കുട്ടികളാണെങ്കിൽ പഠിക്കാൻ പോകുന്നുണ്ട്. ഈ നാട്ടുകാരുടെ സഹായത്തിൻ്റെ മുകളിലാണ് ഇവരൊക്കെ ഞങ്ങളെ സഹായിച്ചിട്ടാണ് ഞങ്ങൾ ജീവിക്കണത്. അല്ലാണ്ട് ഞങ്ങൾക്ക് അച്ഛനും അമ്മയ്ക്കൊന്നും ഒരു അതല്ല. ഇവൻ്റെ സ്ഥിതി ഇങ്ങനെയാണ്. ഇരുത്തി കൊടുത്ത് കടത്തി കൊടുത്തുള്ള നിലയിലാണ് ഞങ്ങൾ ജീവിച്ചു പോരുന്നത്. അവനായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു നോക്കാനുള്ള ഒരാൾ. അവൻ്റെ അവസ്ഥ ഇപ്പം ഇങ്ങനെ ആയതിൻ്റെ ശേഷം ഞങ്ങളെ അവസ്ഥ ഇത് ഇങ്ങനെയാണ്. ഘട്ടത്തിൽ ഓരോരുത്തർ എന്തെങ്കിലും ഒരു സഹായങ്ങൾ ചെയ്തിട്ട് അങ്ങനെയുള്ള ജീവിതങ്ങളാണ് ഞങ്ങളുടെ ജീവിതം. നല്ലൊരു പൈസ ആയിട്ടുണ്ട് സാറേ. അത് ഞങ്ങൾ കുറച്ച് സ്വർണ്ണങ്ങളും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വിറ്റിട്ടും പിന്നെ നാട്ടുകാരുടെ സഹായത്തിലും അങ്ങനെയൊക്കെ കടയിൽ ഇരിക്കാനിപ്പോൾ അങ്ങനെ ഇരുന്നില്ല. കടയിലൊരു സാധനങ്ങളില്ല. അവിടെ നിയന്ത്രിക്കാൻ ആളില്ലേനും ഞങ്ങൾ 4-5 ആളും ഒക്കെ പിന്നെ ആശുപത്രിയിലായിരുന്നു, മെഡിക്കൽ കോളേജിൽ. പിന്നെ ഇവിടെ നിയന്ത്രിക്കാൻ ആളില്ലായിരുന്നു. കടയിലേക്ക് ചുരുങ്ങിയത് സാറേ ഒരു 50,000 ഉറുപ്പ്യെങ്കിലും ഇല്ലാണ്ട് നമ്മൾ ഇച്ചിരി സാധനമൊന്നും വാങ്ങിക്കൊണ്ടുവെക്കാനില്ല. കോളേജിലൊക്കെ പോകേണ്ട ആവശ്യങ്ങൾ ഞങ്ങൾക്ക് ഇവിടുന്ന് അവനെ കൊണ്ടുപോയി വരണമെങ്കിൽ 10,000-3,000 ഉറുപ്പ്യ വേണം. വണ്ടിക്കൂലി അതും ഇതും പിന്നെ മരുന്നുകളും അതും ഇതൊക്കെ ഇവിടുന്ന് വാങ്ങേണ്ടതാണ്. അവിടുന്ന് എഴുതി തന്ന മുഴുവൻ അവിടുന്ന് വാങ്ങണം. അത് പറ്റാത്തൊരവസ്ഥ കൊണ്ടാണ് ഉണ്ടാകാത്തത്. രാധാകൃഷ്ണന്റെ ചികിത്സയ്ക്ക്
വൻതുക ഇതിനകം തന്നെ ചിലവായി. തുടർ ചികിത്സയ്ക്കാണെങ്കിൽ ഭീമമായ തുക ആവശ്യമുണ്ട്. രാധാകൃഷ്ണൻ വീണ അന്ന് മുതൽ ഞങ്ങൾ ഇവിടെ വന്ന് ചികിത്സ സർവ്വ സഹായം ചെയ്തു കൊടുക്കലുണ്ട്. ജീവിക്കാനൊക്കെ ഭയങ്കര പ്രയാസമാണ് അവർക്കുള്ളത്. ഞങ്ങൾ നാട്ടുകാരുടെ സഹായം കൊണ്ടാണ് അവർ ജീവിച്ചു പോകുന്നത്. ഇന്നലെ വരെ അവർ മെഡിസിൻ വന്ന് ഇതൊക്കെ മേടിച്ചിരുന്നു. കുട്ടികളെ സ്കൂൾ ചേർത്തുമ്പോഴൊക്കെ ഞങ്ങളൊക്കെ സ്വന്തം വ്യക്തികൾ തന്നെ കയ്യിൽ നിന്ന് കാശെടുത്തിട്ടാണ് പിന്നെ അവർക്കിടെ ബുക്ക് ലൈറ്റ് പെൻ ഇതൊക്കെ മേടിച്ച് കൊടുക്കൽ. ജീവിക്കാൻ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഇപ്പോഴും ജീവിക്കുന്നത്. പിന്നെ വല്ലവരും വല്ലവർ കയ്യും കാട്ടി കുറച്ച് അരി ഇതൊക്കെ കിട്ടും. അതൊക്കെ അവർ ഓണത്തിന് അങ്ങനെ വിശേഷപ്പെട്ട ദിവസങ്ങളൊക്കെ ഞങ്ങൾ ഇവർക്ക് തന്നെ കൂടുതൽ ഇത് കുട്ടികളുടെ ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ കൊടുക്കും. ചികിത്സയ്ക്ക് കാനറ ബാങ്കിൽ നിന്നും വായ്പ എടുത്തിട്ടുണ്ടായിരുന്നു. തിരിച്ചടയ്ക്കേണ്ട സമയപരിധി കഴിഞ്ഞതിനാൽ ബാങ്ക് നോട്ടീസും അയച്ചു. ഈ തുകയെങ്കിലും എങ്ങനെ തിരിച്ചടയ്ക്കുമെന്നാണ് ഈ നിർധന കുടുംബം ചോദിക്കുന്നത്. രാധാകൃഷ്ണനെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർ സൗത്ത് മലബാർ ഗ്രാമീണ ബാങ്കിന്റെ 858 എന്ന അക്കൗണ്ട് നമ്പറിൽ സഹായങ്ങൾ നൽകാവുന്നതാണ്. നീ അറിയാതെ പോകുന്നു